ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലേ? ഇനി ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡ് ആണോ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പം എന്നോട് പറയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഡിഫറെന്റ് ഐഡിയാസ് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ പറയോ, അതോ മിണ്ടാണ്ട് ഇറങ്ങി പോവോ? പറയും മാം. ആ യെസ്. ഇവിടെ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദി എക്സ്ട്രാക്ട് ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐസൊലേഷൻ റൂംസ്, ഇതല്ലേ ഉള്ളൂ, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലല്ലോ. അതുപോലെ തന്നെ ആദ്യം ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? വാട്ട്, വേർ, വെൻ, ഹൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണല്ലോ ക്വസ്റ്റ്യൻ വേർഡ്. ഇല്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ഓപ്ഷൻസ് കൂടി ആ ക്വസ്റ്റ്യനിലെ ഒന്ന് കണക്ട് ചെയ്ത് വായിക്കണം. ഓക്കെ. പിന്നെ വായിക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ. സ്പീഡിൽ വായിക്കാൻ പാടുണ്ടോ? പാർട്ട് ബി ആൻഡ് സി ഇല്ല. അതായത് സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് സ്പീഡിൽ വായിക്കരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ടെക്സ്റ്റ് ഏരിയയിൽ വായിക്കുന്നിടത്ത് കുറെ ടൈം ലാഭിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ എക്സ്ട്രാക്ട് അനുസരിച്ച് അത് കഴിഞ്ഞൊരു കോമ ഉണ്ടോ, അവിടെ ഒന്നും നമ്മൾ നിർത്തണം. ഈ എക്സ്ട്രാക്ട് അനുസരിച്ച് അല്ലെ, അക്കോർഡിംഗ് ടു ദി എക്സ്ട്രാക്ട് അവിടെ ഒന്ന് നിർത്തി നമ്മുടെ ഈ തലച്ചോറിനകത്തോട്ട് ഞാൻ എന്താ വായിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൊടുക്കണം. അവിടെ നിന്ന് പോവരുതേ, ചെറിയ ഒരു ടൈം കൊടുക്കുക. ഇനി ടു എന്നുള്ള ആ വേർഡ് കണ്ടോ, ടു. അപ്പൊ ഈ എക്സ്ട്രാക്ട് അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരണേ. ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത് പ്രിവെന്റ് ചെയ്യാൻ, അല്ലേ. അത് കഴിഞ്ഞ് കോമ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐസൊലേഷൻ റൂംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത് പ്രിവെന്റ് ചെയ്യാൻ എമർജൻസി ഐസൊലേഷൻ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐസൊലേഷൻ റൂംസ് ഈ എക്സ്ട്രാക്ട് അനുസരിച്ച് എന്തായിരിക്കണം ചെയ്യേണ്ടെന്നായിരിക്കും അല്ലെ. അപ്പൊ അത് റൂംസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് ഇൻകംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മള് എമർജൻസി ഐസൊലേഷൻ റൂംസ് എന്നുള്ളത് കൂട്ടി വായിക്കണം ഓരോ ഓപ്ഷൻസിലും. ഓക്കെ. അതല്ലെങ്കിൽ ആ ഐഡിയ സ്ട്രോങ് ആയിട്ട് മനസ്സിലുണ്ടാവണം കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐസൊലേഷൻ റൂം ഷുഡ് ബി പ്ലേസ്ഡ് എവേ ഫ്രം ദി മെയിൻ എൻട്രി ഡോർസ്. മെയിൻ എൻട്രി ഡോർസ് എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക്, നമ്മളെല്ലാം നഴ്സുമാരല്ലേ, ആണല്ലോ അല്ലെ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലാത്ത നഴ്സുമാർ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ പിള്ളേരെ? പിള്ളേരെ ഉണ്ടോ? എന്നാ ഉടനെ പോയി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണണം കേട്ടോ. ഓക്കെ. ഷുഡ് ബി പ്ലേസ്. അപ്പൊ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഐസൊലേഷൻ റൂംസിനെ പറ്റിയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ആ ഐസൊലേഷൻ റൂംസ് ഷുഡ് ബി പ്ലേസ്ഡ് എവേ ഫ്രം ദി മെയിൻ എൻട്രി ഡോർസ് എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് ആ ഐസൊലേഷൻ റൂം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല പിന്നെ ഇത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ഐസൊലേഷൻ റൂംസും ഒക്കെ ഉണ്ടോ? മൈക്കൊക്കെ ഒന്ന് തുറന്നു വെക്ക് പിള്ളേരെ, ഈ സമയം പോകുന്നു. യെസ്. അപ്പൊ അത് അതിന്റെ ആ മെയിൻ എൻട്രി ഡോർസിൽ നിന്ന് എവേ കൊണ്ടുപോയി വെക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത്, അപ്പൊ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഐസൊലേഷൻ റൂംസ് ആർ മോർ ന്യൂമറസ് ദാൻ ദോസ് ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാല്, ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അല്ലെ, എണ്ണമറ്റത്. അപ്പൊ മറ്റുള്ള അതർ ഡിപ്പാർട്ട്മെന്റ്സിനെ വെച്ച് നോക്കിയാല് മോർ ന്യൂമറസ് ആണെന്നാണ് ഡി പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. നെക്സ്റ്റ് വൺ, ought to be situated near. ആ നിയറിന്റെ അവിടെ ഒന്ന് നിർത്തണം കേട്ടോ, അല്ലെ നിയറും വേറും കൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും വായിക്കുമ്പോ അല്ലെ. ഒന്ന് വായിച്ചു നോക്കിക്കേ. ought to be situated near where people enter the unit അല്ലെ. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ, നിയർ വേർ എന്ന് വരുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ആ നിയർ കഴിഞ്ഞിട്ട് നിർത്തുക കേട്ടോ. ought to be situated near where people enter the unit. ഈ where people enter the unit എന്ന് പറഞ്ഞാല് അത് ഒരു എൻട്രൻസ് അല്ലേ? അതെ. ഓക്കെ. അവർക്ക് എൻട്രൻസ് എന്ന് കൊടുത്താ പോരായിരുന്നോ അല്ലേ? ought to be situated near where people enter the unit. അതായത് ആ യൂണിറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ എൻട്രൻസിന്റെ നിയർ ആയിട്ട് വേണം ഇത് സിറ്റുവേറ്റ് ചെയ്യാൻ. കിട്ടിയോ? ഞാനിങ്ങനെ ഈ കുഞ്ഞു പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇത്ര സമയമൊക്കെ എടുത്ത് പഠിക്കാൻ സമയമുണ്ടോ അല്ലെ പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചിന്തിക്കരുത്. ഇത് ഞാൻ പഠിപ്പിച്ചു തരുമല്ലേ, അപ്പൊ ഇച്ചിരി സമയം എടുത്ത് പറഞ്ഞു തരണ്ടേ? പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ വായിക്കുമ്പോ പെട്ടെന്ന്
അവസ്ഥ മനസ്സിലാകാനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിർത്തേണ്ട അടുത്തൊക്കെ നിർത്തി നിർത്തി വായിക്കണം. ഓരോ ഒറ്റ വിടിയിൽ അങ്ങ് വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും തലയ്ക്കകത്തോട്ട് കയറത്തില്ല. അപ്പൊ എഗെയിൻ ആൻഡ് എഗെയിൻ വായിക്കേണ്ട വരും. അപ്പൊ ഒരൊറ്റ തവണ വായിച്ചാൽ തന്നെ പെട്ടെന്ന് കാര്യം പിടികിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ ആൻസർ കണ്ടുപിടിക്കുമ്പോഴേക്കൂടെ. അതുകൊണ്ടാണ് അതിനുള്ള ഐഡിയാസ് ഒക്കെ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഫോർ ഐസൊലേഷൻ റൂംസ്. നമ്മൾ ഇനി ഇവിടെ കാണാൻ പോണത് എന്താണ്? ഈ ഐസൊലേഷൻ റൂംസ് ഡിസൈൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഈ താഴോട്ട് വായിക്കാൻ പോണേ. ഓക്കെ, ദി എയിം ഓഫ്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ഈ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ഐസൊലേഷൻ റൂംസിനെ പറ്റിയല്ലേ ചോദിച്ചേക്കുന്നത് അല്ലേ? ഐസൊലേഷൻ റൂംസിനെ പറ്റിയാണ്. നമ്മൾ 3 ഐഡിയ കണ്ടു. ഒന്ന്, അങ്ങ് ദൂരെ കൊണ്ടുവെക്കണമെന്ന് കണ്ടു. 2, ഇത് ന്യൂമറസ് ആണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ചെന്ന് കണ്ടു. പിന്നെ നിയർ ആയിട്ട്, അതായത് പീപ്പിൾ എൻറ്റർ ചെയ്യുന്നതിന് നിയർ ആയിട്ട് പ്ലേസ് ചെയ്യണമെന്നും കണ്ടു അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡേ, നമ്മൾ വായിച്ചു തുടങ്ങുക. ദ എയിം ഓഫ് എൻവയോൺമെന്റൽ കൺട്രോൾ ഇൻ ആൻ ഐസൊലേഷൻ. സോറി, എന്നോടല്ലേ? ഓക്കെ, എയിം ഓഫ്. Okay. The aim of environmental control in an isolation room is to control the airflow, thereby reducing the number of airborne infectious particles that may infect others within the environment. See, ഇത് മുഴുവൻ നമ്മൾ വായിക്കേണ്ട കാര്യമില്ല അല്ലേ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് മൊത്തം വായിക്കണമെന്ന് ഒരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട്? വെറുതെ സമയം പോയില്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഐസൊലേഷൻ റൂംസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇപ്പൊ വായിച്ച സംഭവം എന്താണ്? എൻവയോൺമെന്റൽ കൺട്രോൾ ഇൻ ആൻ ഐസൊലേഷൻ റൂം. ഒരു ഐസൊലേഷൻ റൂമില് എൻവയോൺമെന്റൽ കൺട്രോളിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു കൺട്രോൾ ദി എയർ ഫ്ലോ ബ്ലാ 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 എന്ന് എഴുതി വെച്ചേക്കുമല്ലേ? ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഐസൊലേഷൻ റൂം എന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പൊതുവായിട്ടുള്ള ഐസൊലേഷൻ റൂംസിന്റെ കാര്യല്ലേ ഈ പറയുന്നേ? ഇപ്പൊ വായിച്ചത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ഐസൊലേഷൻ റൂമിനെ പറ്റിയല്ലേ? അപ്പൊ ഈ ഏരിയയിൽ ആൻസർ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നിങ്ങള് വായിച്ചു തുടങ്ങുമ്പം സ്പീഡിൽ വായിക്കുക. വായിച്ചിട്ട് ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നമ്മളിപ്പോ കണ്ടത്? ജനറൽ ആയിട്ടുള്ള ഫാക്ട്, ജനറൽ ഐഡിയ അബൌട്ട് ദി ഐസൊലേഷൻ റൂം. പിടികിട്ടിയോ? അപ്പൊ അവിടെ ആൻസർ ഇല്ല. അപ്പൊ അവിടെ കിടന്ന് കറങ്ങണോ? വേണ്ട. അത് മൊത്തത്തിൽ വായിച്ച് അതെന്താണെന്നുള്ളത് ഈച്ച് ആൻഡ് എവരി വേർഡ് മനസ്സിലാക്കണോ? വേണ്ട. ഇനി ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ, എന്തോ ഒരു ഗുണമാണല്ലോ നമ്മൾ ഇതിന് മുന്നേ വായിച്ചത്. ആ ഗുണം, ആ ഒരു അതുകൊണ്ടുള്ള ഒരു എഫക്റ്റ്, അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 4 ബുള്ളറ്റ് പോയിന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ആ വേർഡ് ഉണ്ടോ നോക്കുക. നോക്കിക്കേ, ഉണ്ടോ? ആ 4 ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങൾ വായിച്ചേ. ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ താഴ്ത്തുക. താഴെ സ്ക്രീനിൽ നോക്കി, എനിക്ക് ഐസ്ട്രെയിൻ ആണേ, പ്രിന്റിൽ നോക്കി പറയാം കേട്ടോ. ദി ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ഐസൊലേഷൻ റൂംസ് വിത്തിൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എന്ന് കണ്ടോ? നമ്മളൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അല്ലേ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നേ? ആണല്ലോ. യെസ്. അപ്പം ദി ലൊക്കേഷൻ എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ളതാണല്ലോ അല്ലേ? കണ്ടോ? ദി ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ഐസൊലേഷൻ റൂംസ് വിത്തിൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് or inpatient unit should be ideally enable their separation from the rest of the unit. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലോ പർട്ടിക്കുലർ യൂണിറ്റോ ഇൻപേഷ്യന്റ് യൂണിറ്റിലോ ഒക്കെ ആണെങ്കിൽ ഐഡിയലി എനേബിൾ ആണെങ്കിൽ സെപ്പറേഷൻ റെസ്റ്റ് ഓഫ് ദ റൂംസിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് മനസ്സിലേക്ക് വരണം, ഒരു വാർഡോ അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെയോ വരിക, ആ ഡിപ്പാർട്ട്മെന്റിലെ അതർ ഏരിയാസിൽ നിന്ന് ഈ ഐസൊലേഷൻ റൂംസിനെ സെപ്പറേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതാണ് എന്ത്? ആ മറ്റുള്ള, അതായത് അതിന്റെ റിമൈനിങ് പോർഷനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോ കണ്ടത് ആണല്ലോ അല്ലെ? അടുത്ത നോക്കിക്കേ, മൾട്ടിപ്പിൾ ഐസൊലേഷൻ റൂംസ് ഷുഡ് ബി ക്ലസ്റ്റേർഡ് ആൻഡ് ലൊക്കേറ്റഡ് അവേ ഫ്രം ദി മെയിൻ എൻട്രൻസ് ഓഫ് ദി യൂണിറ്റ്. അപ്പോ മൾട്ടിപ്പിൾ ഐസൊലേഷൻ റൂംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇപ്പൊ എന്ത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടെ ഒന്നിൽ കൂടുതൽ ഐസൊലേഷൻ റൂംസ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചൊരിടത്ത് പ്ലേസ് ചെയ്യണം, അത്രേ ഉള്ളൂ.
അത് എവേ ഫ്രം ദി എൻട്രൻസ്, അതായത് നമ്മൾ മനുഷ്യർ കയറി വരുന്ന എൻട്രൻസിൽ നിന്ന് അങ്ങ് ദൂരെയായിട്ട് ഐസൊലേഷൻ റൂംസ് എല്ലാം ഒന്നിച്ച് പ്ലേസ് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അതും മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. യെസ് മാം. ആൻ എക്സെപ്ഷൻ. അടുത്തത് ആൻ എക്സെപ്ഷൻ. ഈ എക്സെപ്ഷൻ എന്നുള്ള വേർഡ് ഒരു കോൺട്രാസ്റ്റ് വേർഡ് അല്ലേ? നമ്മളിപ്പോ വായിച്ച ഐഡിയയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോഴല്ലേ ഈ രണ്ട് ഐഡിയാസിന്റെ ഇടയിൽ കൊണ്ട് കോൺട്രാസ്റ്റ് വേർഡ്സ് പ്ലേസ് ചെയ്യുക. ബട്ട്, ഹൗഎവർ, വൈൽ, ഓൾദോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഒരു വേർഡാണ് ആൻ എക്സെപ്ഷൻ. പക്ഷെ ഇതിന്റെ വേറെ എന്തോ ഒരു കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ മുന്നിൽ ഇപ്പൊ വായിച്ച ആ കാര്യത്തിൽ നിന്ന് ഒരു എക്സെപ്ഷൻ നമ്മൾ വായിക്കാൻ പോവാണേ. ആൻ എക്സെപ്ഷൻ ഈസ് ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. സി, നമുക്ക് വേണ്ട ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയോ? യെസ് മാം. യെസ് മാം. എമർജൻസി അപ്പൊ ഡിപ്പാർട്ട്മെന്റ്. ആൻസർ അല്ലേ ഇനി വായിക്കാൻ പോണേ? അതെ. എന്നാ വായിച്ചോ. വായിച്ചിട്ട് ആൻസർ വായിച്ചോ. വായിച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് ഏതാ ആൻസർ എന്നൊന്ന് പറഞ്ഞേ. ഇപ്പൊ ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? സി മാം. ഞാൻ ആ വാദത്തിൽ സി കൊണ്ട് ആൻസർ മാം. സി മാം. ഓക്കെ, സി ആണ് ആൻസർ അല്ലേ? ആൻ എക്സെപ്ഷൻ അതെ ഈസ് മാം. ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എക്സെപ്ഷൻ ഉണ്ട്. വേർ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഡെസിഗ്നേറ്റഡ് ഐസൊലേഷൻ റൂംസ് ബി ലൊക്കേറ്റഡ് നിയർ ദി എൻട്രി. നിയർ ദി എൻട്രി ഉണ്ടോ? എന്ത് ഈസി അല്ലേ? നിയർ ദി എൻട്രി എന്ന് പറയുമ്പോ എന്താ? ആ സി ഓപ്ഷന്റെ ലാസ്റ്റ്, വെയർ പീപ്പിൾ എൻറ്റർ ദി യൂണിറ്റ്. സെയിം അല്ലേ? യെസ് മാം. അവിടെ അവിടെ പാരാഫ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, സിനോണിംസ് ആണ് കംപ്ലീറ്റ് അല്ലേ? അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സെയിം ഐഡിയ യെസ് മാം. ഡിഫറെന്റ് സെന്റൻസിൽ കൊടുത്തേക്കുവാണ്. ലൊക്കേറ്റഡ് നിയർ ദി എൻട്രി എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് പോസിബിൾ എയർബോൺ ഇൻഫെക്ഷൻ ത്രൂ ഔട്ട് ദി യൂണിറ്റ്. അപ്പൊ എയർബോൺ ഇൻഫെക്ഷൻസ് ഒക്കെ ആ യൂണിറ്റിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് മനുഷ്യർ കയറി വരുന്നിടത്ത് തന്നെ ഈ റൂംസ് പ്ലേസ് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്തതിന്റെ റീസൺ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടിയ ഉടനെ ഈ കിട്ടിയല്ലോ എന്ന് കരുതി ചാടി ചാടി പോകരുതേ. ചാടി ചാടി പോകാം. എപ്പോഴാണെന്നറിയോ? തീരെ സമയമില്ലാത്തപ്പോ എക്സാമിനൊക്കെ ഏറ്റവും ഒടുവിൽ ഈ കറക്കുത്തില്ലേ, ആ സമയത്തൊക്കെ ചെയ്യാവേ. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു കേസിൽ. ബട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം സമയമെടുത്ത്, അതായത് നിങ്ങൾ ഇപ്പൊ ഒരു 10 മിനിറ്റ്സിൽ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യണമെന്നാ പറയുന്നത് അല്ലേ? ആ 10 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തോ. അത് കഴിഞ്ഞ് ഇങ്ങനെ വിശാലമായി സമയം കിടക്കുമല്ലേ, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? പാർട്ട് ബി മാത്രമാണ് ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആൻസേഴ്സ് നോക്കുക. നിങ്ങൾക്ക് എത്ര ആൻസർ കറക്റ്റ് ആയി നോക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ള, അതായത് അതർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആൻസർ അല്ലാത്ത ആ റോങ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് റോങ് ആയെന്നുള്ള റീസൺ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3-4 പാർട്ട് ബി മെറ്റീരിയൽ ചെയ്യുന്നതിന് തുല്യമാണ്. എന്താ? നമ്മളൊരു ലാംഗ്വേജ് അല്ലേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതിലുള്ള പ്രൊഫഷ്യൻസി അല്ലേ നമ്മൾ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു എന്നുള്ള റീസൺ കണ്ടുപിടിക്കുമ്പോഴും അവിടെ നമ്മുടെ റീഡിങ് ഇമ്പ്രൂവ് ആകുവാണ് അല്ലേ പിള്ളേരെ? അതുകൊണ്ട് ഒരുപാട് മെറ്റീരിയൽസ് വാരി വലിച്ച് ചെയ്യരുത്. എന്നിട്ട് മെറ്റീരിയൽ തീർന്നു കഴിയുമ്പോ പുതിയ മെറ്റീരിയൽ ഉണ്ടോ, അപ്ഡേറ്റഡ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ച് ഈ നടപ്പാണ്. ഒന്നും വേണ്ട. കയ്യിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും അതിന് നല്ല എഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത് മതി, ധാരാളമാണ്. 5 നമ്മുടെ ഒഫീഷ്യൽ മെറ്റീരിയൽസ് മാത്രം 5 എണ്ണം ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോണ കുട്ടികളുണ്ട്. കാരണം ഓൾറെഡി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇല്ലെന്നല്ല. ബട്ട് അവർക്ക് അതിന്റെ എങ്ങനെയാ വേ ഓഫ് പ്രാക്ടീസ് അറിയാം. അതുകൊണ്ടായിരിക്കണം അല്ലെ? അങ്ങനെ ജയിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇപ്പൊ ഇവിടെ എന്താ പഠിച്ചേ? ക്വസ്റ്റിനേല് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റോ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷൻ, അതായത് സ്റ്റാഫ് എന്നോ നേഴ്സിംഗ് സ്റ്റാഫ് എന്നോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ഡോക്ടറിനോ GP എന്നോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഐഡിയക്ക് വേണ്ടി വേണം നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഫോക്കസ് കൊടുക്കാൻ. പിടി കിട്ടിയോ? ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്ത റീസൺ നോക്കാം.